ഹായ്. ആരെയും കാണുന്നില്ലല്ലോ. എല്ലാവരും തിരക്കിലാണോ? എല്ലാവരും വരൂ, ഒരു വട്ടം പറയാനുണ്ട്. അതിനു മുമ്പായിട്ട് എവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്തേ. അപ്പോൾ ഇന്നത്തെ വിഷയം നിങ്ങൾ വിചാരിച്ചത് കറക്റ്റാണ്. നമ്മുടെ ടി.ജി. സാറാണ്. അപ്പോൾ എന്താണ് ടി.ജി. സാറിനെ കുറിച്ച് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ AI അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു പിക്ചറുകൾ ഓടി നടക്കുന്നുണ്ട്. ഈ AI അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI നമുക്ക് എന്ത് വേണമെങ്കിലും നിർമ്മിക്കാം. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന എന്ത് പിക്ചറുകൾ വേണമെങ്കിലും നിർമ്മിക്കാം. അതാണ് AI നിർമ്മിതമായിട്ടുള്ള സംഗതികൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ അതിൻ്റെ രൂപത്തിൽ ഇപ്പോൾ അങ്ങനെയുള്ള പിക്ചറുകൾ ഓടി നടക്കുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നല്ല കുഴപ്പമില്ല, നല്ല ഭംഗിയൊക്കെ ഉണ്ട് ടി.ജി. സാറിനെ കാണാനായിട്ട് ആ പിക്ചറിൽ. അപ്പോൾ അതൊക്കെ നടക്കുന്നുണ്ട് ഭംഗിയായിട്ട്. ചില മൂഢന്മാർ, ചില മന്ദബുദ്ധികൾ അതൊക്കെ കണ്ടിട്ട് മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് ആർമാദിക്കുന്നുണ്ട്. ചിലർ പോസ്റ്റ് ഇട്ട് ആർമാദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവരവർക്ക് അനുസരിക്കുന്ന രീതിയിൽ അവനവൻ്റെ ദണ്ഡധ്യാരം പറഞ്ഞു തീർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലിപ്പോൾ ഈവനിങ് ആണ്. നാട്ടിലൊക്കെ ഏകദേശം ഒരു ഈവനിങ് ഒക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് നല്ല കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ടാവും. അപ്പോൾ അത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഞാൻ ചുമ്മാ പറയണതല്ല. ടി.ജി. സാറിന് അങ്ങേയറ്റം വളരെ ക്ലോസ് ആയിട്ട് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഒരു കുഴപ്പമില്ലാതെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സമാധാനം പൂർണ്ണമായിട്ട് ഇരിപ്പുണ്ട്. ഇനി ടി.ജി. സാറിനെ അറസ്റ്റ് ചെയ്യണം, ടി.ജി. സാറിനെ തകർക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ആരൊക്കെയാണ്? അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ അദ്ദേഹമായിരുന്നു പ്രധാനമന്ത്രി, അല്ലെങ്കിൽ അദ്ദേഹമാണ് അധികാര കസേരയിലിരിക്കുന്നവൻ എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇങ്ങനെയാണ് ചെയ്യുമായിരുന്നുള്ളൂ, ഇങ്ങനെ ചെയ്യണം എന്ന് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പല കാര്യങ്ങൾ നടക്കുമ്പോഴും നമ്മൾ പറയാറുണ്ട്. അതായത് ഞാനായിരുന്നെങ്കിലുണ്ടല്ലോ അവനെ ഞാൻ വല്ല 10 വെട്ടി അടിച്ചേനെ, അല്ലെങ്കിൽ ഞാനാണെങ്കിലുണ്ടല്ലോ അവൻ്റെ കയ്യും കാലും ഞാൻ വെട്ടിക്കളഞ്ഞേനെ എന്നൊക്കെ പലരും പലതരത്തിലും നമ്മൾ ഗുണ്ടലക്കാന്നൊക്കെ പറയും ഇല്ലേ. അപ്പം അത് പലരും പറയുന്ന കൂട്ടത്തിൽ ഒരു സാധാരണ ഒരു വായ്മൊഴി പോലെ അദ്ദേഹം പറഞ്ഞു, ഞാനായിരുന്നു ഈ അധികാര കസേരയിലെങ്കിൽ ഞാൻ വളരെ ശക്തമായി ഇതിനെ നേരിടുമായിരുന്നു, ഈ തോന്നിവാസങ്ങളൊന്നും ചെയ്യാൻ ഞാൻ അനുവദിക്കുമായിരുന്നില്ല. ഒരു കണക്കിന് നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ വാസ്തവമാണ്. കാരണം ഡൽഹി പോലെ ഏറ്റവും കൂടുതൽ സുരക്ഷ വേണ്ടുന്ന ഒരു സ്ഥാനത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഓഗസ്റ്റ് 15 എന്ന് പറയുന്ന നമ്മുടെ സ്വാതന്ത്ര്യദിനം വരുന്ന സമയത്ത്, ഏറ്റവും കൂടുതൽ സുരക്ഷാ ഭീഷണിയുള്ള ഈ സമയത്ത് ഡൽഹിയിൽ ഈ ജാതി പേക്കൂത്ത് നടത്തിയത് ആരായാലും ശരി അനുവദിച്ചു കൊടുക്കാവുന്നതല്ല. ഇനി അതിന് അങ്ങനെ ഒരു സമരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിൽ എത്ര ശതമാനം സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, എത്ര ശതമാനം മറ്റുള്ള ദുർശക്തികൾ നുഴഞ്ഞു കയറിയിരുന്നു എന്നുള്ളതൊക്കെ നമ്മളെല്ലാവരും ഇപ്പോൾ പതിയെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ പുതിയതായിട്ട് പിന്നെ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകളിൽ 90-95% അവിടെ സ്റ്റുഡൻസ് ആയിരുന്നില്ല എന്നാണ് പുതിയ അപ്ഡേഷൻ. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇപ്പോൾ ഞാൻ കേട്ട മറ്റൊരു പുതിയ ന്യൂസ് എന്ന് പറഞ്ഞാൽ, ദുബായിൽ വർക്ക് ചെയ്യുന്ന ഷാജി മുതലാളി ഒരു 23 പേരെയാണ് ഈ സമരത്തിൽ പങ്കെടുക്കാനായിട്ട് സ്പോൺസർ ചെയ്തിട്ട് ദുബായിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റിവിട്ടത്. ഈ ഷാജി മുതലാളിക്ക് അവിടെ എണ്ണ കള്ളക്കടത്ത് നടത്തി കച്ചവടമാണ്. ഓക്കെ. അപ്പൊ ഈ ഷാജി മുതലാളി, ഈ കള്ളക്കച്ചവടം ചെയ്യുന്ന ഷാജി മുതലാളി 23 പേരെയാണ് സ്പോൺസർ ചെയ്തിട്ട് ഈ സമരത്തിലേക്ക് പറഞ്ഞയച്ചത്. അപ്പൊ എന്താണ് ലക്ഷ്യം? വിദ്യാർത്ഥി സമരമായിരുന്നോ? അതിന്റെ ഗൂഢലക്ഷ്യമില്ലേ? അപ്പൊ അവിടെ പങ്കെടുത്ത ആൾക്കാർ ആരാണ്? എന്താണ് അവരവിടെ ഉദ്ദേശിച്ചത്? ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടിയോ? അതാണ്. അപ്പോൾ ഇത് ജിഹാദി സമരമെന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. അതായത് 1-2 പാറ്റ കാണും, പാറ്റ, പല്ലി, പഴുതാര, കോക്രോച്ച് ഇതെല്ലാം കൂടെ കാണും. പക്ഷെ ഈ കോക്രോച്ച് സമരങ്ങളുടെ ഇടയിൽ നല്ല ഒന്നാന്തരം ചേനത്തണ്ടന്മാര് നുഴഞ്ഞു കയറിയത് ആരും അറിഞ്ഞില്ല. അപ്പൊ അവിടെ 90-95% ചേനത്തണ്ടന്മാരായിരുന്നു, കോക്രോച്ച് ആയിരുന്നില്ല. കോക്രോച്ചുകൾ ഇങ്ങനെ നമുക്ക് കാലുകൊണ്ട് ചവിട്ടി തേച്ചാലും ഇതുങ്ങളെയൊക്കെ കൊല്ലാവുന്നതുള്ളൂ. അപ്പൊ കോക്രോച്ച് ആയിരുന്നില്ല. കോക്രോച്ചിന്റെ ഇടയിൽ കൂടെ ചേനത്തണ്ടന്മാരവിടെ നുഴഞ്ഞു കയറി. ചേനത്തണ്ടൻ തൊട്ട് കഴിഞ്ഞാൽ അറിയാലോ, ഒരിക്കലും ജീവൻ തിരിച്ചു കിട്ടില്ല. അതാണ് ചേനത്തണ്ടന്റെ പ്രത്യേകത. അപ്പൊ ആ ചേനത്തണ്ടനെ കണ്ടാൽ അത് കടിക്കുന്നൊന്നും ആരും പറയില്ല. പക്ഷെ ആ ചേനത്തണ്ടനെ കടിച്ചാലോ,
അടിച്ചവന് പിന്നെ ജന്മം പാഴായി, അവസാനിച്ചു. അപ്പൊ ഈ സമരത്തില് ഒരുപാട് ചേനത്തണ്ടന്മാര്, മലമ്പാമ്പുകള് നുഴഞ്ഞു കയറി അവര് ശരിക്ക് കത്തുന്ന പെരയുടെ കഴുക്കോലൂരി ഈ പറയുന്ന സംഗതികളൊക്കെ ചെയ്യാനാണ് അവിടെ ശ്രമിച്ചത്. പിടികിട്ടിയോ? അതാണ്. ഇനി ഈ സംഗതികളൊക്കെ കണ്ടതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെ വിദ്യാർത്ഥികളെ സമരം അടിച്ചൊതുക്കി, അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ സമരം അങ്ങനെയാക്കി ഇങ്ങനെയാക്കി, ഈ വക സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വിദ്യാർത്ഥികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ അവരെ തടയപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ വക സംഗതികളൊന്നും ഇല്ലായിരുന്നെങ്കിൽ അവിടെ കൂടിയ വിദ്യാർത്ഥികൾ അവിടെ എന്താണ് നടത്തിയിരുന്നത്? അഴിഞ്ഞാട്ടമായിരുന്നു. അഴിഞ്ഞാട്ടമാണ് പല അവളുമാരും ഇതിന്റെ മറവില് സംഘടിപ്പിച്ചതും അനുഭവിച്ചതും ചെയ്തതും എല്ലാം. ശരിക്കും ഒരു വിദ്യാർത്ഥി സമരത്തിനേക്കാൾ കൂടുതലായിട്ട് അവിടെ നടന്നത് ഈ പ്രായത്തിലുള്ള കുറേ പെണ്ണും ആണും പെണ്ണിന്റെയും ഒരു കഴപ്പ് തീർക്കൽ സമരം എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ പോട്ടെ, അതെല്ലാം പോയി. ഈ സമരങ്ങളൊക്കെ വന്നു. TG സാർ എന്താണ് പറഞ്ഞത്? ഞാനായിരുന്നുവെങ്കിൽ പ്രധാനമന്ത്രി ഞാൻ ഇങ്ങനെ ആകുമായിരുന്നു, ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു. അത് ഏതൊരു മനുഷ്യനാ പറയാനായിട്ട് ഇവിടെ അവകാശമില്ലാത്തത്? എല്ലാ മനുഷ്യർക്കും ഉണ്ടല്ലോ. എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ആ അഭിപ്രായ സ്വാതന്ത്ര്യം വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഞാനാണ് പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ഞാൻ അവിടെ കർഫ്യൂ പ്രഖ്യാപിക്കുമായിരുന്നു, ഞാൻ അവിടെ ഇങ്ങനെ ചെയ്യുമായിരുന്നു, അങ്ങനെ ചെയ്യുമായിരുന്നു. കാരണം ഈ അഴിഞ്ഞാട്ടം ഞാൻ ഒരിക്കലും വെച്ച് പൊറുപ്പിക്കുമായിരുന്നില്ല. അതായത് ആന്റണി ഭരിച്ച പോലെയല്ല കരുണാകരൻ ഭരിച്ചത്, കരുണാകരൻ ഭരിച്ച പോലെയല്ല നയനാര് ഭരിച്ചത്, നയനാര് ഭരിച്ച പോലെയല്ല നമ്പൂരിപ്പാട് ഭരിച്ചത്, നമ്പൂരിപ്പാട് ഭരിച്ച പോലെയല്ല ഇന്ദിരാഗാന്ധി ഭരിച്ചത്, ഇന്ദിരാഗാന്ധി ഭരിച്ച പോലെയല്ല നമ്മുടെ എന്താ പറയാ പിണറായി വിജയൻ, ഏറ്റവും അവസാനമുള്ള പിണറായി വിജയൻ ഭരിച്ചത്. ഈ പറയുന്ന ഭരണകർത്താക്കളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു. എല്ലാവർക്കും അവരവരുടേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു, ഇല്ലേ? അപ്പൊ എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ കാഴ്ചപ്പാടുണ്ട്. എല്ലാ പത്രപ്രവർത്തകർക്കും പിന്നെ സ്ഥാനവും എന്താ പറയാ അങ്ങോട്ട് വരാനുള്ള സർവത്ര അധികാരവും കൊടുത്തിരുന്ന പിണറായി വിജയൻ വന്നപ്പോ പിണറായി വിജയൻ ആദ്യം പറഞ്ഞത് എന്താണ്? പത്രക്കാരോട് കാടക്ക് പുറത്ത് എന്റെ അടിച്ചതിനകത്ത് കയറി പോകരുത്, നിന്നെ കയ്യും കാലും വെട്ടും, കടന്നു പോ എന്ന് പറഞ്ഞ് ആട്ടി വിട്ടു ഈ പറയുന്ന മീഡിയയിലുള്ള എല്ലാ മീഡിയ മുക്കാലിനെയും എല്ലാത്തിനെയും. ഉണ്ടല്ലോ. അപ്പൊ അത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഭരണകർത്താവിന്റെ തന്ത്രങ്ങളും സ്വഭാവങ്ങളുമാണ്. അദ്ദേഹം ഭയങ്കര ധാർഷ്ട്യക്കാരനായിരുന്നു, എല്ലാവർക്കും അറിയാം. അപ്പൊ അതുപോലെ ആയിരുന്നില്ല മറ്റുള്ളവര്. EK നായനാര് ഭരിച്ച സമയത്ത് EK നായനാര് പറയുമായിരുന്നു, എന്ത് പെണ്ണുള്ളിടത്ത് പീഡനം എന്തായാലും ഉണ്ടാവില്ലടോ സഖാവേ എന്ന് പറഞ്ഞില്ലേ നായനാര്? പെണ്ണുണ്ടായാൽ അവിടെ പീഡനം ഉണ്ടാവുന്നു എന്ന് വെച്ചിട്ട് നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളെയും മൊത്തം എല്ലാവരും പീഡിപ്പിക്കുമായിരുന്നോ? അല്ല. നായനാര് പറഞ്ഞത് അതൊരു തമാശ രൂപേണ അദ്ദേഹം പറഞ്ഞതാണ്, പെണ്ണുണ്ടെങ്കിൽ അവിടെ പീഡനം ഉണ്ടാവും, അത് ഉറപ്പല്ലേ എന്ന്. അപ്പോ ഇനി അതും പോട്ടെ, നമ്മുടെ ഈ മണിയാശാൻ എന്താ പറഞ്ഞത്? ആ നടന്ന സംഭവങ്ങളെ മുഴുവനും ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഒന്നിനെ വെടിവെച്ചാ കൊന്നത്, ഒന്നിനെ വെള്ളത്തിലെടുത്തിട്ടാ കൊന്നത്, ഒന്നിനെ തല്ലിയാ കൊന്നത്, തല്ലിക്കൊന്നതാ. അപ്പൊ ഒന്നിനെ തല്ലിക്കൊന്നു, ഒന്നിനെ വെള്ളത്തിലെടുത്തിട്ട് കൊന്നു, ഒന്നിനെ വെടിവെച്ചാ കൊന്നത്. മണിയാശാൻ പറഞ്ഞതല്ലേ? പബ്ലിക്കായിട്ട് പ്രസംഗിച്ചതാണ്, ആണല്ലോ. ഈ വ്യക്തികൾ മുഴുവനും അവരവരുടേതായ ശൈലിയിൽ അവനവന്റെ നാടൻ ഭാഷയിൽ അവതരിപ്പിക്കുന്ന പോലെ അവതരിപ്പിക്കുമ്പോൾ ഈ TG യെ മാത്രം വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിന്റെ പുറകിലുള്ള അജണ്ട എന്താണ്? ഇതാദ്യമായിട്ടല്ല. നമ്മൾ ഇവിടെ തനതായ രീതിയിൽ വെടിവെപ്പ് നടന്നു. മുത്തങ്ങ സംഭവം എന്തായിരുന്നു? ആദിവാസികളെ കൊന്നൊടുക്കിയ മുത്തങ്ങ സംഭവം എന്തായിരുന്നു? ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കൂത്തുപറമ്പ് വെടിവെപ്പ്, കോൺഗ്രസിന്റെ ഭരണകാലത്ത് കൂത്തുപറമ്പ് വെടിവെപ്പില് 4 പേരെ വെടിവെച്ച് കൊന്നത്. 4 പേരാണ് മരിച്ചത്. അതിന്റെ ബാക്കി പത്രങ്ങൾ കുറെ കാലം കിടന്നിട്ട് നമ്മുടെ പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, സംതിങ് അറിയാമോ, അങ്ങനെ ഒരു പാട്ട് വരെ ഉണ്ടായിരുന്നു. ആ പാവം കിടന്ന് നരകിച്ച് അവസാനം ഈ അടുത്ത കാലത്താണ് പുഷ്പൻ എന്ന് പറയുന്ന സഖാവ് മരിച്ചത്. കൂത്തുപറമ്പ് വെടിവെപ്പ്. ഇത് മുഴുവൻ നമ്മുടെ നാട്ടിൽ നടന്നു. ഇനി ഇതിനേക്കാളൊക്കെ മേലെ, അതുക്കും മേലെ ഉണ്ടായ സംഭവം, ഇന്ദിരാഗാന്ധി ഭരിച്ച സമയത്ത് അടിയന്തരാവസ്ഥ പാസ്സാക്കി നമ്മുടെ നാട്ടില്. ആ അടിയന്തരാവസ്ഥ കാലത്ത് എന്താണ് ഇവിടെ അരങ്ങേറിയത്? എല്ലാവരും പിടിച്ച് ഉമ്മ വയ്ക്കുമായിരുന്നോ? ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലത്ത് എന്താണ് ഇവിടെ നടന്നത്? ഈ കോൺഗ്രസ്സുകാരെ ഇനി വന്നാട്ടെ, ചോദിക്കട്ടെ. നിങ്ങൾ ഈ ഗണ്ടികളോടും കോൺഗ്രസ് താങ്ങികളോടും മൂട് താങ്ങികളോടും ഈ കോൺഗ്രസിനോടും ഒക്കെ ഞാനൊന്ന് ചോദിക്കട്ടെ, താങ്ങാൻ വരുന്നവരൊക്കെ ഇവിടെ വാ. അടിയന്തരാവസ്ഥ കാലത്ത് ഇവിടെ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലത്ത് എന്താണ് നടന്നത്? പറ. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. അത്രയ്ക്കും നിഷ്ഠൂരമായ പെരുമാറ്റങ്ങളായിരുന്നു, അടിച്ചൊതുക്കലായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ. അറിയാലോ, ചില തലതെറിച്ച എണ്ണങ്ങളെ കാണുമ്പോൾ നമ്മൾ പറയും, ഇത് വല്ല അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായതാണോ?
എന്ന് ചോദിക്കാറുണ്ട്. അത്രയും നിഷ്ഠൂരമായിരുന്നോ അടിയന്തരാവസ്ഥ? അപ്പൊ ഇവിടെ നടന്നിട്ടുള്ള സർവത്ര കാര്യങ്ങളുടെയും പുറകില് അത്രയും ദുഷ്ടതയും ക്രൂരതയും നിറഞ്ഞ പല സംഭവങ്ങളും ഇവിടെ നടന്നു, പല കാര്യങ്ങളും നടന്നു. ഇനി ഒരുത്തിക്ക് സിനിമ കണ്ടിറങ്ങിയപ്പം പ്രധാനമന്ത്രി വെടിവെച്ച് കൊല്ലണം, വെടിവെച്ച് തന്നെ കൊല്ലണം അവൾക്ക്. അവളുടെ വെടി മുടങ്ങി കിടന്നിട്ടാണോ എന്തോ വെടി 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 മാത്രം, അതായത് വെടിവെച്ച് കൊല്ലണം, എനിക്ക് വെടിവെക്കണം, തോക്ക് വേണം ഇപ്പോ, പ്രധാനമന്ത്രി ഞാൻ ഇങ്ങനെ വെടിവെച്ച് കൊല്ലും എന്നാണ് ഒരുത്തി വീമ്പിളക്കിയിരുന്നത്. അവള് സുരക്ഷിതയായിട്ട് ഇപ്പോഴും ജീവിക്കുന്നു, ഒരു കുഴപ്പമില്ല അവൾക്ക്. വേറൊരുത്തി, അതായത് പബ്ലിക് ടോയ്ലറ്റ് പോലും തോറ്റു പോകുന്ന ഒരു താത്തയുണ്ട്. പബ്ലിക് ടോയ്ലറ്റ് ഒക്കെ തോറ്റുപോകും അത് വായ തുറന്നു കഴിഞ്ഞാൽ. അത്രയും വൃത്തികെട്ട ദുർഗന്ധം വമിക്കുന്ന പബ്ലിക് ടോയ്ലറ്റ് ആണ് ആ താത്ത. ഒരു ഷഫീന ബീഗമോ എന്തോ ഒരു ബീഗത്തിന് എന്താണ് വല്ലാത്ത നായ്ക്കോർണം കടിച്ച പോലെയാണ് ബീഗത്തിന്റെ അവസ്ഥ. അപ്പൊ അതെന്തൊക്കെയാണ് ഇപ്പൊ ഈ പ്രധാനമന്ത്രിയെ പറഞ്ഞത്? ക്ലബ് ഹൗസിൽ ഇരുന്നിട്ട് പുള്ളിക്കാരി പറഞ്ഞത് മുഴുവനും നമ്മൾ കേട്ടതാണ്. പുള്ളിക്കാരിയും സുരക്ഷിതയാണ്, പുള്ളിക്കാരിക്കും പുള്ളിക്കാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം പറയാം. ഈ പറയുന്ന പ്രധാനമന്ത്രി വെടിവെച്ച് കൊല്ലണോ ആവാം. പിന്നെ വേറൊരു സാധനം, ഒരു ആണും പെണ്ണും കേട്ട ഒരു ശിഖണ്ഡി, സ്വയം ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിവില്ലാത്ത ഒരു ശിഖണ്ഡി, ആ ശിഖണ്ഡി എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തിന്റെ തന്തയ്ക്ക് വിളിക്കല്, അദ്ദേഹം ജനിച്ചത്, അദ്ദേഹത്തിന്റെ അമ്മയെ ആക്ഷേപിക്കല്, കുടുംബക്കാരെ ആക്ഷേപിക്കല്, അദ്ദേഹത്തെ അടിമുടി ആക്ഷേപിക്കല്, അദ്ദേഹത്തിന്റെ ബോഡി ഷെയ്മിങ്, ഇതെല്ലാം ചെയ്തതാണ്, നമ്മൾ കണ്ടതാണ്. അവർക്കും യാതൊരു കുഴപ്പവുമില്ല. പിന്നെ ആർക്കാണ് TG അറസ്റ്റ് ചെയ്തിട്ട് ഇവിടെ മൂക്കിക്കയറ്റുന്നത് കാണേണ്ടത്? ആർക്കാടോ? ഇവിടുത്തെ ജിഹാദി കൂട്ടങ്ങൾക്കാണോ, അതോ ഇതിന്റെ പുറകിൽ പിന്നെ ഇത് മണപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു പലർക്കുമാണോ നമ്മുടെ TG അറസ്റ്റ് ചെയ്തിട്ട് കാണേണ്ടത്? ആർക്കാണ്? ഇത്ര വല്ലാതെ എന്താ പറയാ വേർപ്പൊഴുക്കി കാത്തിരിക്കുന്നത് ആരാണ്? TG അറസ്റ്റ് ചെയ്തിട്ട് നീയൊക്കെ കാത്തിരിക്കത്തേ ഉള്ളൂ. TG എന്ന് പറയുന്ന ആ മഹാനുഭാവനെ അറസ്റ്റ് ചെയ്ത് AI ഉണ്ടാക്കി നിനക്കൊക്കെ സ്വയം നിനക്കൊക്കെ ആസ്വദിക്കാം, സമാധാനിക്കാം. നീ അങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ആസ്വദിക്ക്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്ന പടങ്ങളൊക്കെ AI വെച്ചിട്ട് ഉണ്ടാക്കി, AI നിർമ്മിത ഫോട്ടോകളൊക്കെ ഉണ്ടാക്കി നിനക്ക് സ്വയം ആസ്വദിക്കാം. അതേ നിവൃത്തിയുള്ളൂ. കാരണം ദണ്ണദ്വാരം വന്നാൽ എന്തോ ചെയ്യും? തൊണ്ടയിൽ പുഴുത്ത ഇറക്കില്ലേ നിവൃത്തിയുള്ളൂ, വേറെ നിവൃത്തിയില്ലല്ലോ. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ ഞാൻ പറഞ്ഞു, അതെല്ലാം പൊക്കോട്ടെ, അതെല്ലാം മാച്ചു കളഞ്ഞു. ഇവിടുത്തെ RSS BJP നേതാക്കന്മാര്, ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടുത്തെ BJP നേതാക്കന്മാര് ഒരാളെങ്കിലും ഈ TG എന്ന് പറയുന്ന മഹാനുഭാവൻ വന്നിരുന്നിട്ട് നമ്മുടെ ജനം TVയിലും മറ്റുള്ള പത്രമാധ്യമങ്ങളിലും എല്ലാം വന്ന് ഘോരം ഈ BJPക്ക് RSSന് വേണ്ടിയിട്ട് ഘോരം പ്രസംഗിക്കുന്ന, അറിവോടുകൂടി സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. നമ്മുടെ നാട്ടില് BJP എന്ന് പറയുന്ന പാർട്ടിക്കും അതിൽ പ്രവർത്തിക്കുന്ന കുറെ ആൾക്കാർക്കും നട്ടല് നിവർത്തി നിൽക്കാനായിട്ടുള്ള കഴിവുണ്ടാക്കി കൊടുത്ത മനുഷ്യനാണ് ഈ TG മോഹൻദാസ് എന്ന് പറയുന്ന ആ മഹാനുഭാവൻ എന്ന് പറയുന്ന ചെറിയ മനുഷ്യൻ. അദ്ദേഹം ചാനൽ ചർച്ചകളിൽ വന്നിരുന്നിട്ട് പഴയകാല ചരിത്രങ്ങൾ എടുത്ത് പുറത്തേക്കിട്ട് അറിവോടുകൂടി പക്വതയോട് കൂടിയിട്ട് പിന്നെ അതിനേക്കാൾ ഏറെ കോമഡിയോട് കൂടിയിട്ട് അത് അവതരിപ്പിച്ച് മറ്റുള്ളവനെ മനസ്സിലാക്കാൻ തുടങ്ങിയ കാലത്താണ് ഇവിടെ BJP നേതാക്കന്മാർക്കൊക്കെ ഒന്ന് തലനിവർത്തി പിന്നെ നടുനിവർത്തി നിൽക്കാറായത്. അതുപോലും നിങ്ങൾ മറന്നിട്ട് ഈ BJP നേതാക്കന്മാരിൽ ഏതെങ്കിലും ഒരെണ്ണം പേരിനെങ്കിലും വലിയ മൂത്ത നേതാക്കന്മാരുണ്ടല്ലോ, ഏതെങ്കിലും ഒരെണ്ണം ഒരു പോസ്റ്റ്, ഒരു സപ്പോർട്ട് ഈ സോഷ്യൽ മീഡിയയിലെ ഞങ്ങളെ പോലുള്ള പാവങ്ങളല്ലാതെ, ഫേക്കായിട്ടും അല്ലാതെയും എന്നെ പോലുള്ള പാവങ്ങളല്ലാതെ ഈ ഇത്രയും വർഷം RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് വേർപ്പൊഴുക്കി പല സ്ഥലങ്ങളിലും അലഞ്ഞ് പല കാര്യങ്ങളും ചെയ്ത ആ സ്വയം സേവകനെ ഈ പറയുന്ന മനുഷ്യർ മുഴുവൻ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന്റെ നേരെ ഒരാൾ വിരൽ ചൂണ്ടിയപ്പോ ഒരാളെങ്കിലും അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് വന്നോ? നിങ്ങൾ ചെയ്യുന്നത് തന്തയില്ലായ്മയല്ലേ? അല്ലേ BJP നേതാക്കളെ? എനിക്ക് നിങ്ങളോട് ഒരു തരത്തിലുള്ള വിഷമവും ഇല്ല, സഹതാപം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഈ ഗതികേട് ഓർത്തിട്ട് എനിക്ക് നിങ്ങളോട് സഹതാപം മാത്രമേ ഉള്ളൂ. കൂട്ടത്തിലൊരുത്തനെ എല്ലാവരും കൂടിയിട്ട് കയ്യേറ്റം ചെയ്യാൻ വരുമ്പോ, അറസ്റ്റ് ചെയ്യാൻ വരുമ്പോ, മൂക്കിക്കയറ്റണം എന്ന് പറയുമ്പോ ഇവിടുത്തെ BJP തമ്പുരാക്കന്മാർക്ക് ഒരു അനക്കവുമില്ല, യാതൊരു അനക്കവുമില്ല. ആസ്വദിക്കുകയാണ്. ലെവൻ പെടണമെങ്കിൽ പെടട്ട്, ഇവനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യട്ട്, ആ കളവിന് 4 എണ്ണം കിട്ടേണ്ടത് അത്യാവശ്യമാണ്. ഈ ചിന്താഗതിയോട് കൂടിയിട്ടാണ് BJP നേതാക്കന്മാർ പോലും ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. എനിക്ക് ആർക്ക് പൊള്ളിയാലും ഐ ഡോണ്ട് കെയർ. ഞാൻ ഈ പറയുന്ന BJP നേതാക്കന്മാരുടെ പിന്നെ അതുകൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്, ഞാൻ ജോലി ചെയ്തിട്ടാ. പക്ഷേ നേരും നെറിവോടും കൂടിയിട്ട് ദേശസ്നേഹത്തോടു കൂടിയിട്ട് ഒരു മനുഷ്യൻ
മുന്നിട്ടിറങ്ങിയിട്ട് സ്വന്തം നാടിന് വേണ്ടിയിട്ട് ഒരു വാക്ക് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ഒരു നാടൻ ശൈലിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ ആ കൂട്ടത്തിൽ ഒരുത്തന് ഒരു വിഷമം വന്നാൽ കൈ കൊടുക്കാനും സഹായിക്കാനും ഒക്കെ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു മുഴം കയറെടുത്ത് അവസാനിപ്പിച്ചൂടെ BJP നേതാക്കന്മാരെ? നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല, നിങ്ങൾക്ക് ഒരു ചുമതലാബോധവും ഇല്ല. നിങ്ങൾ എന്താ ഇങ്ങനെ? സ്വന്തം കുടുംബത്തൊരാൾക്കൊരു പ്രശ്നം വന്നാൽ നിങ്ങൾ കൂടെ നിൽക്കില്ലേ? എന്തായി കാണിക്കുന്നത്? നേരെ മറിച്ച് മറ്റു പല പ്രത്യേക മതവിഭാഗങ്ങളിലാണെങ്കിലോ എന്തായിരുന്നേനെ? ഈ കേരളം കത്തിയേനെ. നമ്മുടെ നാട്ടില് വന്നിട്ട് തീവ്രമായ അവിലും മലരും കരുതിക്കോ, കുന്തിരിക്കവും കരുതിക്കോ, ഒരു പറ്റത്തിനെ കൊന്നുകളയും, ഞങ്ങളെ ചുട്ടുകളയും, ഞങ്ങളെ ഭസ്മമാക്കും, ഇത് എന്ന് വേണ്ട അവനവന്റെ മതത്തിന്റെ മതവെറിക്ക് അനുസരിച്ചിട്ട് തോന്നിവാസങ്ങളെ മുഴുവനും വിളിച്ചു പറഞ്ഞ് ഒരു നാടിനെ മുഴുവനും കുട്ടിച്ചോറാക്കി, പിന്നെ തീവ്രമായ ബോംബ് വെക്കല്, ബസ് കത്തിക്കല്, ഇതൊക്കെ ചെയ്തവന് വേണ്ടി വരെ ഇവിടെ മുറവിളി കൂട്ടുന്ന കേരളത്തില് ഈ പാവം മനുഷ്യന് വേണ്ടിയിട്ട് ഒരാള് പോലും നിവർന്നു വരുന്നില്ലെന്ന് പറഞ്ഞാൽ ഷെയിം ഓൺ യു. BJP നേതാക്കന്മാരെ, ഷെയിം ഓൺ യു. നമ്മുടെ കുടുംബമാണ്, നമ്മുടെ കുടുംബത്തൊരാളെയാണ് മറ്റുള്ളവർ തോണ്ടുന്നത്. നിങ്ങൾ അനങ്ങാപ്പാറ നയം സ്വീകരിച്ച് നിൽക്കുകയാണ്. അനങ്ങാപ്പാറകള് ഒരു കേവലം എവിടെയോ കിടക്കുന്ന, എനിക്ക് തോന്നുന്നുണ്ട് ആ മനുഷ്യനോട്, കാരണം ഒരു വേൾഡ് ലൈബ്രറിയാണ് ആ മനുഷ്യന്റെ തലച്ചോറ്. ആ മനുഷ്യനെ വേണ്ട വിധം ഉപയോഗിക്കണം നിങ്ങള്. ആ മനുഷ്യൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പകരം ഒറ്റുകൊടുക്കുകയാണ്. 7 വെള്ളിക്കാശിന് വേണ്ടിയിട്ട് യേശുക്രിസ്തുവിനെ യൂദാസ് ഒറ്റുകൊടുത്ത പോലെ TG മോഹൻദാസിനെ BJPക്കാരും മറ്റുള്ളവരും കൂടിയിട്ട് ഒറ്റുകൊടുക്കുകയാണ് കിട്ടിയ സന്ദർഭത്തില്. അതെ CJ മുരളീധരൻ സാറേ, BJP നേതാക്കന്മാരല്ല, RSS അധികാര വർഗമാണ് TGയുടെ നേരെ കുതിര കയറുന്നത്. സത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷെയിം ഓൺ യു എന്ന്. കൂട്ടത്തിൽ ഒരുവനെ ചൊറിയുമ്പോ, കൂട്ടത്തിൽ ഒരുവനെ കുത്തുമ്പോ, എനിക്കൊരു ഒരു കുടുംബമുണ്ടെങ്കിൽ എന്റെ കുടുംബത്തേക്ക് ഒരാൾ അനാവശ്യമായിട്ട് നോക്കിയാൽ അവന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. അതെന്റെ കുടുംബത്തോടുള്ള എന്റെ പ്രതിബദ്ധതയാണ്. അപ്പൊ പിന്നെ ഒരു പാർട്ടിയിൽ നിൽക്കുന്നവന്മാര് എങ്ങനെ വേണം? ഒരു പോസ്റ്റ് ഇട്ടെങ്കിലും ഈ BJP നേതാക്കന്മാര് ഒരു പോസ്റ്റ് ഇട്ടെങ്കിലും TGക്ക് നേരെ, TGയുടെ ഒപ്പം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നന്നാകുമായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയാ, ഇത്രയും കാലം ഉണ്ടായ നിങ്ങളുടെ എന്തൊക്കെയോ ഇറങ്ങിപ്പോവോ? അത് നിങ്ങളുടെ കയ്യിലെ വള ഊരിപ്പോവോ? നമസ്തേ ചേച്ചി, പഴയ സംഘടനാ രീതിയല്ല ഇപ്പോൾ കുറെ അവന്മാരുണ്ട്. BJPയിലും RSSലും ഓൺലൈൻ നേതാക്കളാണ്. ആരെങ്കിലും മുന്നോട്ട് ശബ്ദം ഉയർത്തിയാൽ അവരെ ഇപ്പോഴത്തെ രീതി അവരെ ഒറ്റപ്പെടുത്തുക എന്നതാണ്. ഇവരെ ഒറ്റപ്പെടുത്തിയാൽ നമുക്ക് എന്താടോ സജീവേ? ഇവന്മാരുടെ ചെലവിലാണോ നമ്മൾ ജീവിക്കുന്നത്? നമ്മളില്ലെങ്കിൽ ഇവന്മാരില്ലാണ്ടാവും. സജീവ് അങ്ങനെ ചിന്തിക്കണം. ഇവന്മാര് ഈ പറയുന്ന കൂടെ നടക്കുന്നവന്മാരില്ലെങ്കിൽ നേതാക്കന്മാരില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇവരെ കൊണ്ട്? നെവർ. അങ്ങനെ വേണം ചിന്തിക്കാൻ. അപ്പോ എനിക്ക് ഒരുപാട് സഹതാപം തോന്നുന്നു. എന്താണെങ്കിലും ശരി, TG സാറിനെ ഒറ്റപ്പെടുത്തിയവന്മാരെ കൂടെ അല്ല ഞാൻ അദ്ദേഹത്തിന്റെ കൂടെയാണ്. എല്ലാ തരത്തിലും ഞാൻ TGക്കൊപ്പമാണ്. എന്റെ അവസാന ശ്വാസം വരെ ഞാൻ TGക്കൊപ്പമാണ്. നിങ്ങൾ ആര് വന്നില്ലെങ്കിൽ നമുക്ക് നെവർ മൈൻഡാണ്. വേണമെങ്കിൽ വന്നാൽ മതി, ഇല്ലെങ്കിൽ സ്വയം ഇളിഞ്ഞു തൊലിഞ്ഞ് നടന്നോ. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ നാണിക്കണം. ഷെയിം ഓൺ യു. സ്വന്തം വർഗ്ഗക്കാരോടാണ് ഞാൻ പറയുന്നത്, മറ്റാരോടും എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. അപ്പോ ഇത്രയും കാര്യങ്ങൾ പറയണമെന്ന് തോന്നി കുറച്ച്. അതുകൊണ്ട് പ്രഞ്ജിതിൻ നമസ്തേ. ആരൊക്കെ ഓൺലൈനിലുള്ളതെന്ന് കാണുന്നില്ല. ബാക്കി സജീവ് നമസ്തേ, CJ സാർ നമസ്തേ. എല്ലാവർക്കും എൻ്റെ നമസ്തേ. എല്ലാവരും ചിന്തിക്കുക, ഒന്നിച്ചു നിൽക്കലാണ് ഏതൊരു സംഘടനയുടെയും വിജയം. ഒന്നിച്ചു നിൽക്കലാണ് വിജയം. ഇല്ലെങ്കിൽ ഭിന്നിച്ചു നിന്നാൽ ഒരു കാര്യവുമില്ല. അതെവിടെയും നേരെയായതായിട്ട് ചരിത്രം പറയുന്നില്ല. അതുകൊണ്ടാ. സിന്ധു നമസ്തേ. അപ്പോ ഇനിയെങ്കിലും കണ്ണു തുറന്ന് കാണുക, ചെവി തുറന്ന് കേൾക്കുക. ഇല്ലെങ്കിൽ അവനവന്റെ പതനമായിരിക്കും, ആ പാർട്ടിയുടെ പതനമായിരിക്കും. അല്ലാതെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എന്നും TGക്കൊപ്പം. നമസ്തേ. താങ്ക് യു. ജയ് ഹിന്ദ്.